അസ്സലാം. മോഹൻലാൽ നായകനായി എത്തിയ തുടരും ചിത്രത്തിൻ്റെ 9ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ഇന്ന് ശനിയാഴ്ച അതിഗംഭീരമായിട്ടുള്ള ഒരു ഷോ കൗണ്ടുകളും ഒപ്പം അതിനോട് അനുബന്ധമായിട്ടുള്ള കളക്ഷനുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ശനിയാഴ്ച 1815ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 3.5 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയെന്ന് ട്രാക്കേഴ്സ് വിലയിരുത്തുമ്പോൾ 5,80,00,000 രൂപയോളമാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. 74% ഒക്യുപ്പൻസിയിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്നും സിനിമ 6 കോടിക്ക് മുകളിലേക്ക് എന്നുള്ള കണക്കുകൾ തന്നെയാണ്. കഴിഞ്ഞ എല്ലാ ദിനങ്ങളിലും സിനിമ 6 കോടിക്ക് മുകളിലാണ് കളക്ഷൻ. ഇത് 9 ദിവസങ്ങളാണ് സിനിമ കഴിയുന്നത്. 9ാം ദിവസവും ഇമാതിരി ഒരു കൊലത്തൂക്ക് തൂക്കണമെങ്കിൽ അത് ഒരു ഒന്നൊന്നര സംഭവം എന്ന് തന്നെ പറയാം. വേറെ ഒരു നടനോ വേറെ ഒരു സിനിമയ്ക്കോ ഇതുവരെ കഴിയാത്ത കാര്യമാണ് ഇവിടെ തുടരും എന്നുള്ള രഞ്ജിത്ത് ഏട്ടൻ്റെ സിനിമയ്ക്ക് കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം ലാലേട്ടൻ്റെ ആ ഒരു ബ്രാൻഡ് വാല്യൂ നമുക്ക് ഇവിടെ ശരിക്കും ഊട്ടി ഉറപ്പിക്കുക തന്നെയാണ്. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് മാത്രമായി നമുക്ക് കാണാൻ കഴിയുന്നു സിനിമ 54 കോടി, അതായത് ഇന്നത്തെ കളക്ഷനോട് കൂടി സിനിമ 60 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതെ, ഇതുവരെ കണ്ടതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായിട്ട് തന്നെ കാര്യങ്ങൾ അതിഗംഭീരമായിട്ട് ജില്ലായിട്ട് പോകുന്ന ഒരു കാര്യമാണ്. അതായത് 8 ദിവസം കൊണ്ട് 53 കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നെങ്കിൽ ഇന്നത്തെ കളക്ഷനോടെ 59-60 കോടിയിലേക്ക് എത്തുകയാണ്. അതുമാത്രമല്ല, സിനിമ ഇവിടെ 14,500ഓളം ഷോകളിൽ നിന്ന് മാത്രമാണ് ഈ ഒരു എമൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി മറ്റൊരു സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, വേൾഡ് വൈഡ് ആയിട്ട് സിനിമ എല്ലാ ട്രാക്കേഴ്സും ഇപ്പോൾ പറയുന്ന കണക്കുകൾ 128 കോടിക്ക് മുകളിൽ എന്നുള്ളതാണ്. അതായത് സിനിമയ്ക്ക് ഇപ്പോൾ ഇന്നത്തെ അവർ പറയുന്ന കളക്ഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പോലും ഇന്നത്തോടെ സിനിമ ഏകദേശം 138 കോടിക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ 140ലേക്ക് ടച്ച് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അത്ര ഗംഭീരമായിട്ട് കൊടൂരമായിട്ടുള്ള ഒരു ബുക്കിംഗ് ആണ് ഈ ഒരു ശനിയാഴ്ച, അതായത് 2ാം ശനിയാഴ്ചയും തീ പിടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇന്നും ടിക്കറ്റ് കിട്ടാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു. എങ്ങും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഓവർസീസിൽ നിന്ന് $8.5 മില്യൺ നേടിക്കഴിഞ്ഞാൽ, അതായത് 10 മില്യൺ എന്നുള്ള ലെവലിലേക്ക് സിനിമ എത്താൻ ഒരുപക്ഷെ നാളെ കൊണ്ട് അല്ലെങ്കിൽ ഈ വരുന്ന 2 2-3 ദിവസങ്ങൾ കൊണ്ട് എത്തും എന്നുള്ളതാണ്. എന്തായാലും മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോവുകയാണ്. എതിരാളികൾ ഒന്നും തന്നെയില്ല, എതിരാളികൾ ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം ഈ സിനിമയ്ക്ക് ജനങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ ജനങ്ങൾ വിധി എഴുതിയതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ 37 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ള കണക്കുകൾ വരുന്നു. അതിഗംഭീരമെന്ന് തന്നെ പറയാം. ഓവറോൾ ഒക്യുപ്പൻസി 80% മുകളിലായിട്ട് തന്നെയാണ് വരുന്നത്. ഇന്നും നമുക്ക് തുടരുമെന്ന ചിത്രം തരുന്നത് മറ്റൊരു വലിയ സംഭവം തന്നെയാണ്. 111ഓളം ഹൗസ്ഫുൾ ഷോകളാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത് ട്രാക്കേഴ്സ്. 389ഓളം ഓൾമോസ്റ്റ് ഫുൾ ഷോകളും അതേപോലെ തന്നെ 877ഓളം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളുമാണ് ഇന്നത്തെ ദിവസം, ഈ ഒരു ശനിയാഴ്ച, തീ പിടിച്ച ശനിയാഴ്ച എന്നതാണെങ്കിൽ നമുക്ക് പറയാം. അത്ര ഗംഭീരമായിട്ട് തന്നെയാണ് സിനിമയുടെ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ 2,937ഓളം ഹൗസ്ഫുൾ ഷോകളാണ് ട്രാക്കേഴ്സ് മുഖാന്തരം പുറത്തു വരുന്ന കണക്കുകളിലുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ലാൽ സലാം.